ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമായിട്ട് ഞാൻ രാവിലെ ഒന്ന് സൈറ്റിൽ വന്നു. അപ്പോൾ സൈറ്റിൽ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇന്നലെ പില്ലറൊക്കെ വാർത്തതാണ്. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ നമ്മൾ നനയ്ക്കണം. അതായത് പില്ലർ വാർത്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് സെറ്റ് ആവത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് മണ്ണിട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപയോഗമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തിരുവോണ ദിവസമായിട്ട് രാവിലെ ഒന്ന് സൈറ്റിൽ വന്നു. കാരണം നമുക്കിന്ന് പണിക്കാരും ഇന്ന് വർക്കിനില്ല. കാരണം തിരുവോണം ആയതുകൊണ്ട് എല്ലാവരും അവരവരുടെ തിരക്കിലായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് തിങ്കളാഴ്ച, അതായത് ഓണമെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണമൊക്കെ മാറി തിങ്കളാഴ്ച മുതലേ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ രാവിലെ ഒന്ന് നനയ്ക്കാം എന്ന് കരുതിയാണ് വന്നത്. കാരണം നമ്മളിവിടെ ചാക്കും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചണച്ചാക്ക് കെട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് പില്ലറിലൊക്കെ ചണച്ചാക്ക് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മറ്റേത് ചാക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ വെള്ളം പിടിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഒഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഓരോ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ബോട്ടിൽ താഴെ പോയി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചാക്ക് നല്ല രീതിയിൽ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നനവ്, ആ ചാക്കിലെ തണുപ്പ് എപ്പോഴും നമ്മളീ കോൺക്രീറ്റിൽ പിടിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചാക്ക് കെട്ടി കംപ്ലീറ്റ് എല്ലാ പില്ലറിലും കെട്ടിയിട്ടുണ്ട് കേട്ടോ. ചില പില്ലറിലാണ്ട് ഈ സൈഡൊന്നും ചാക്കില്ല. അതിനുവേണ്ടിയാണ് രാവിലെ വന്നത്. അപ്പം നമ്മളൊരു ഉത്തരവാദിത്തം കാണിക്കണമല്ലോ. കാരണം തിരുവോണമാണ് എന്ന് കരുതി നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട വർക്ക് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇന്ന് രാവിലെ വന്ന് ഇതൊന്ന് നനച്ചിട്ട് പോകാമെന്നുള്ള കണക്കൂട്ടിലാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലയൻറ്റ് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറ്റുന്ന സമയത്തൊക്കെ വന്ന് നനയ്ക്കുന്നുണ്ട്. അപ്പം ഇന്നെനിക്ക് ഇനിയിപ്പം അങ്ങോട്ട് ഉച്ചയൊക്കെ ആയി കഴിഞ്ഞാൽ വന്ന് നനയ്ക്കാനോ ഒന്നിനും പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് രാവിലെ വന്ന് മൊത്തത്തിലൊന്ന് നനച്ചിട്ട് പോകാം എന്നുള്ള കണക്കൂട്ടിലായിരുന്നു. പിന്നെ പില്ലറൊക്കെ നല്ല പക്ക നീറ്റായിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഷട്ടറിങ്ങിൻ്റെ വർക്കെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മൊത്തം 15 പില്ലറുണ്ട്. അപ്പോൾ ഈ പില്ലർ എന്ന് പറയുന്നത്, ഈ പില്ലറൊക്കെ നേരെ ടോപ്പ്, അതായത് ഫസ്റ്റ് ഫ്ലോർ വരെ ഈ 4 കോർണറിൽ ഫസ്റ്റ് ഫ്ലോർ വരെ നമ്മൾ പില്ലർ കോളം കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലത്തെ പില്ലറെല്ലാം പ്ലിന്ത് ബീമിൽ തീരും. ബാക്കി ഈ 4 ഈ മൂലയിലതൊക്കെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ വരെയും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പുട്ടിങ് എല്ലാം ചെയ്ത് അടിപൊളിയായിട്ട്, അതായത് പുട്ടിങ്ങൊക്കെ ചെയ്ത് ഒരു കോളത്തിന് 2 കൂട്ട് 2.5 കൂട്ട്, അതായത് 2.5 പാക്കറ്റിൻ്റെ കോൺക്രീറ്റ് ആ ഒരു ലെവലിലാണ് മൊത്തത്തിലായിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് നമ്മളാ മണക്കാട് എന്ന് പറയും, തിരുവനന്തപുരം മണക്കാട്. മണക്കാടിൻ്റെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളെ സൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വർക്ക്, നമ്മളിത് നേരത്തെ ഇന്നലെ തന്നെ ഇത് കോൺക്രീറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇനി ഓണം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മണൽ നൈസ് മണ്ണാണ്, ഇടിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ കോളം അടിച്ച് വാർത്തത്. അപ്പോൾ ഇനി തിങ്കളാഴ്ച മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇനി ഈ ചാക്കെല്ലാം മാറ്റി നല്ല ഉണങ്ങിയതിന് ശേഷം ഇതിൽ ഡാം പ്രൂഫ് കെമിക്കലും കാര്യങ്ങളെല്ലാം അടിക്കും. വാട്ടർ പ്രൂഫിങ് എല്ലാം പില്ലറിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് ഒരു ദിവസം ഇട്ടതിന് ശേഷം നമ്മൾ ഈ മണ്ണ് മൂടി അടുത്ത ബീമിൻ്റെ വർക്കിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒന്നും കൂടി ഹാപ്പി ഓണം. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. ഓക്കെ, ബൈ.